ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരു സൂപ്പർ നാടൻ മട്ടൺ റോസ്റ്റ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു 2-3 സവാള കൊത്തിയരിഞ്ഞത്, അതുപോലെ തക്കാളി ഒരു 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല. ഇതാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൺ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടനാണ്. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പൊടികൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സൺഫ്ലവറും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെക്കുക. ഒരു 4ാമത്തെ വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ഞാനത് ഓഫ് ചെയ്തു. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മട്ടൺ മസാല ഒന്ന് റോസ്റ്റ് ആക്കാനുള്ള സാധനങ്ങൾ, അതിന് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ ചെറിയ ഉള്ളി ചതച്ചത്. ഇനി നമുക്കൊരു ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഏലക്കായ, കരയാമ്പൂ, കറുകപ്പട്ട അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ചെറുള്ളി അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറ്റേ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലക്ക് പാകത്തിനുള്ളൊരു കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലകൾ ആഡ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചും കൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റി വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയില, അതുപോലെ ചെറിയ ജീരകം പൊടിച്ച് നന്നായിട്ട് കൈ വെച്ച് പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലേശം നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ സൂപ്പറായിട്ടത് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.